Hi dears, welcome back to Xylem Learning. Pretty miss ആണ്. അപ്പോൾ നമ്മൾ ഒരു ലൈവിൽ തുടങ്ങി നന്നായിട്ട് പഠിച്ച് ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ് ചാപ്റ്റർ ഒക്കെ കോൺസെപ്റ്റ് പഠിച്ചിരുന്നെങ്കിലും PYQ സീരീസ് നിങ്ങൾക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മെയിൻ എക്സാം ബോർഡ് എക്സാമിന് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എഴുതണം. ഓരോ ചാപ്റ്റർ നമുക്ക് ചാപ്റ്ററിൻ്റെ എണ്ണം ഭയങ്കര കുറവാണ്. അതായത് ബയോളജി തന്നെ എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഹെക്ടിക് ആയിട്ട് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പം ബയോളജിയുടെ കേസിൽ നമുക്കറിയാം ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ് എന്ന ചാപ്റ്റർ അത്യാവശ്യം നല്ല വെയിറ്റേജിൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. സോ അത് നിങ്ങൾ നന്നായിട്ട് തന്നെ റിവൈസ് ചെയ്യണം. അപ്പം നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് നോക്കുന്നത് റീപ്രൊഡക്ഷൻ ഈസ് എസെൻഷ്യൽ ഫോർ എ ലിവിങ് ഓർഗാനിസം ഇൻ ഓർഡർ ടു. എന്തിനാണ് റീപ്രൊഡക്ഷൻ നടത്തേണ്ട ആവശ്യം? വാട്ട് ഈസ് ദ എസെൻഷ്യാലിറ്റി ഓഫ് റീപ്രൊഡക്ഷൻ എന്നാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. കണ്ടിന്യൂ ദ സ്പീഷീസ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. ഓരോ ജനറേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകാൻ സ്പീഷീസ് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ എന്ത് വേണം? അവിടെ റീപ്രൊഡക്ഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം അത് ക്ലിയർ ആയല്ലോ. കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫീച്ചർ ഓഫ് റീപ്രൊഡക്ഷൻ ദാറ്റ് ഈസ് കോമൺ ടു അമീബ, സ്പൈറോഗേറ ആൻഡ് ഈസ്റ്റ് ആണ്. അവരെന്താ ദേ റീപ്രൊഡ്യൂസ് അസെക്ഷ്വലി. അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇവരുടെ കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ദെൻ തേർഡ് വൺ നോക്കുക. എബിലിറ്റി ഓഫ് സെൽ ടു ഡിവൈഡ് ഇൻ ടു സെവറൽ സെൽസ് ഡ്യൂറിങ് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാസ്മോഡിയം ഈസ് കോൾഡ്. പ്ലാസ്മോഡിയത്തിൽ റീപ്രൊഡക്ഷൻ്റെ ഒരു പ്രോസസ് അസെക്ഷ്വൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഫിഷൻ ആണ്. പ്ലാസ്മോഡിയത്തിൻ്റെ എക്സാമ്പിൾ പഠിക്കണം. മൾട്ടിപ്പിൾ ഫിഷൻ ആണ് പ്ലാസ്മോഡിയം വരുന്നത്. ഇൻ സ്പൈറോഗൈറ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ. സ്പൈറോഗൈറയിൽ അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ബ്രേക്കിംഗ് അപ്പ് ഓഫ് ഫിലമെന്റ്സ് ഇൻ ടു സ്മോളർ ബിറ്റ്സ്, ഡിവിഷൻ ഓഫ് എ സെൽ ഇൻ ടു ടു സെൽ, ഡിവിഷൻ ഓഫ് എ സെൽ ഇൻ ടു മെനി സെൽ, ഫോർമേഷൻ ഓഫ് യങ് സെൽ ഫ്രം ഓൾഡർ സെല്ലാണ്. സ്പൈറോഗൈറയിൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. ഫ്രാഗ്മെന്റേഷൻ ആണ് വരുന്നത്. അപ്പോൾ ബ്രേക്കിംഗ് അപ്പ് ഫിലമെന്റ്സ് ഇൻ ടു സ്മോളർ ബിറ്റ്സ് ആണ് എക്സാമ്പിളായിട്ട് പറയാം. ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ റാപ്പിഡ് സ്പ്രെഡ് ഓഫ് ബ്രെഡ് മോൾഡ് ഓൺ സൈസസ് ഓഫ് ബ്രെഡ്സ് ആർ. നമ്മൾ ബ്രെഡിൽ സ്പോസ് കാണുന്നതാണ്. ഈ സ്പോസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് സ്പോസ്, അവൈലബിലിറ്റി ഓഫ് മോയ്സ്ചർ ആൻഡ് ന്യൂട്രിയൻസ് ഇൻ ബ്രെഡ്, പ്രസൻസ് ഓഫ് ട്യൂബുലർ ഹൈഫേ, ഫോർമേഷൻ ഓഫ് റൗണ്ട് ഷേപ്ഡ് സ്പൊറാഞ്ചിയ. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് സ്പോസ് ഉള്ളത് എന്താണ്? ഈ ഒരു റാപ്പിഡ് സ്പ്രെഡിന് കാരണമാണ്. അവർക്ക് മോയ്സ്ചറും അതുപോലെ തന്നെ ന്യൂട്രിയൻസും കിട്ടണം. അതും ഇവർക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ്. ദെൻ ഫോർമേഷൻ ഓഫ് റൗണ്ട് ഷേപ്ഡ് സ്പൊറാഞ്ചിയ നമ്മൾ പറയുന്നുണ്ട്. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് ഏതിൽ പോകാം? ഓപ്ഷൻ സിയിൽ പോകാം. ദെൻ അസേർഷൻ റീസൺ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് എന്താ? ഓക്കെ, copying DNA copying is necessary during reproduction. Reason DNA copying leads to transmission of characters from plants to offspring ആണ്. ഇവിടെ അസേർഷനും റീസണും എന്താണ്? ഡ്യൂറിങ് നെസസറി ആണ്. പക്ഷേ എന്താണ്? ഇറ്റ് ലീഡ്സ് ടു ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം പ്ലാന്റ്സ് ടു ഓഫ്സ്പ്രിംഗ്. പ്ലാന്റ്സിൽ നിന്ന് ഓഫ്സ്പ്രിംഗിലേക്ക് ഇത് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ഏത് ഓപ്ഷനിലേക്ക് പോകാം? ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് ദ കറക്റ്റ് റീസൺ ഓഫ് അസേർഷൻ എന്നും എടുക്കാം. അപ്പോൾ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും ആലോചിച്ച് തന്നെ ആൻസർ ചെയ്യാം. How does plasmodium reproduce? Is this method sexual or asexual? Plasmodium നമ്മൾ പറഞ്ഞതാണ് അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അറ്റ് എ ടൈം മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുന്നു. അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുന്നത്. അതാണ് എന്ത്? പ്ലാസ്മോഡിയം നടത്തുന്ന റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് നെയിം ദ മെത്തേഡ് ബൈ വിച്ച് സ്പൈറോഗൈറ റീപ്രൊഡ്യൂസ് ആണ്. അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അതായത് ഫ്രാഗ്മെന്റേഷൻ മെത്തേഡ് വഴിയാണ്. ഒരു ഫിലമെന്റ് പോലെയാണ്. അതെന്ത് ചെയ്യുന്നു? പല പല ഫ്രാഗ്മെന്റുകളാവുന്നു. ഓരോന്നും പുതിയ പുതിയ സ്പൈറോഗൈറയായിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ന്യൂലി ഫോംഡ് DNA കോപ്പീസ് മേ നോട്ട് ബി ഐഡന്റിക്കൽ അല്ലേ. ഇവിടെ ഗിവ് റീസൺ. ന്യൂലി ഫോംഡ് DNA കോപ്പീസ് മെ നോട്ട് ബി ഐഡന്റിക്കൽ. എന്തുകൊണ്ടാണ് പുതിയ ഉണ്ടാകുന്ന DNA കോപ്പീസ് ഐഡന്റിക്കൽ അല്ല എന്ന് പറയുന്നത്? ഇഫ് ദർ ഈസ് എൻ ഇറർ ഇൻ DNA കോപ്പിംഗ് ഓർ മ്യൂട്ടേഷൻ ദെൻ ന്യൂലി ഫോം DNA കോപ്പീസ് മെ നോട്ട് ബി ഐഡന്റിക്കൽ. അല്ലേ, എപ്പോഴും DNA കോപ്പിംഗ് നടക്കുമ്പോൾ ഐഡന്റിക്കൽ ആവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. എന്ത് റീസൺ വന്നാലും ഇപ്പോൾ ഒരു മ്യൂട്ടേഷൻ ആവാം, മറ്റു പല റീസണും ആവാം. അപ്പോൾ ആ റീസൺ വന്നാൽ എന്താകാം കാരണം? അത് ഈ ഒരു ചേഞ്ചിന് കാരണമാവാം. What are those organisms called which pair both sex organs in same individual? Give an example for such organism. ഇവിടെ പറയുന്നത് ഏതാണ്? ഒരേപോലെ അല്ലെങ്കിൽ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഉള്ളവരെ നമ്മൾ പറയുന്നത് എന്താണെന്നാണ്. നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ പഠിക്കുന്നതാണ് ബൈസെക്ഷൽ ഫ്ലവർ അല്ലേ. ബൈസെക്ഷൽ ഫ്ലവർ. അപ്പം അവിടെ ഹൈഡ്ര അതുപോലെ തന്നെ ഓർഗാനിസത്തിലും കാണാം. എർത്തുവം, അസ്ട്ര, ഡിബിസ്കസ് ഇവരിലൊക്കെ മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻ നമുക്ക് ഒരു ബോഡിയിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അവരെ ബൈസെക്ഷൽ എന്ന് പറയുന്നത്. ഫ്ലവേഴ്സിൽ ഇത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ്. മറ്റു ഓർഗാനിസമാണ് ഹൈഡ്ര ആൻഡ് എർത്തുവം എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ പഠിച്ചു വെക്കാം.
List in tabular form two different between binary fission and multiple fission. ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ബൈനറി ഫിഷനും മൾട്ടിപ്പിൾ ഫിഷനും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നതാണ്. ബൈനറി എന്ന് പറയുമ്പോൾ രണ്ട് സെല്ലാണ് ഒന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്, രണ്ട് പുതിയ ഓർഗാനിസം ഉണ്ടാകുന്നു. മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം ഡിവൈഡ് ചെയ്ത് ഒന്നിൽ കൂടുതൽ സെല്ലുകൾ ഉണ്ടാകുന്നു, അതെല്ലാം പുതിയ ഓർഗാനിസമായി മാറുന്നു. സോ ഡിവിഷൻ ഓഫ് വൺ ഓർഗാനിസം ഇൻറ്റു ടു സിമിലർ ഇൻഡിവിജ്വൽ ആണ് ബൈനറി ഫിഷൻ. മൾട്ടിപ്പിൾ ഓർഗാനിസം ആണ് മൾട്ടിപ്പിൾ ഫിഷൻ. ആൻഡ് ന്യൂക്ലിയർ ഫസ്റ്റ് ഡിവൈഡ് അമേറ്റോട്ടിക്കലി into two followed by division of cytoplasm. Multiple fission law, nucleus first divide repeatedly producing many nuclei and many daughter cells are produced. Example പഠിച്ചു വെക്കുക. ബൈനറി ഫിഷൻ എക്സാമ്പിൾ ആണ് ബാക്ടീരിയ, അമീബ. ആൻഡ് മൾട്ടിപ്പിൾ ഫിഷൻ എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം. Then B question ആണ്, what happens when a mature Spirogera filament attain considerable length? Considerable length എത്തിയ സ്പൈറോഗൈറയ്ക്ക് എന്ത് സംഭവിക്കും? ഓൾറെഡി നമുക്കറിയാം സ്പൈറോഗൈറ എന്ത് സംഭവിക്കുന്നു. സ്പൈറോഗൈറ reproduces asexually by fragmentation. In this, the body breaks up into two or more small pieces of fragments upon maturation. These fragments grown into Spirogera. ഇത് ഫ്രാഗ്മെന്റ് ആയിട്ട് മുറിഞ്ഞിട്ട് സ്പൈറോഗൈറ എന്താവുന്നു, പുതിയ ഫ്രാഗ്മെന്റ് ആയി മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത നോക്കിക്കേ, ബഡ്ഡിംഗ്, ഫ്രാഗ്മെന്റേഷൻ ആൻഡ് റീജനറേഷൻ all are considered as asexual mode of reproduction. Why? With the help of neat diagram, explain the process of regeneration in planaria. Asexual mode of reproduction നമ്മൾ പലതും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബഡ്ഡിങ്, ഫ്രാഗ്മെന്റേഷൻ, റീജനറേഷൻ എല്ലാം അസെക്ഷൽ മോഡാണ്. കാരണം എന്താ, ഇവിടെ നമുക്കറിയാം മൂന്നിലും ഒരു പാരൻ്റ് ആണ് ഇൻവോൾവ് ആവുന്നത്. അവിടെ വേരിയേഷൻ ഒന്നും കാരണമാണ്. അപ്പോൾ സിംഗിൾ പാരൻ്റ് ഇൻവോൾവ് ആയിട്ടുള്ള റീപ്രൊഡക്ഷനെ നമ്മൾ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്നാണ് പറയുക. ആൻഡ് ഇവിടെ നോക്കുക, they are formed as a result of mitotic division. Progeny are similar in their genetic makeup and no variation. അല്ലേ, വേരിയേഷൻ ഉണ്ടാകുന്നില്ല. പാരൻറ്റിൻ്റെ അതേ കോപ്പി ആയിട്ടാണ് പുതിയ ഓർഗാനിസം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടെ പ്ലാനറിയിൽ റീജനറേഷൻ നടക്കുന്ന നോക്കുക, ഓരോ പീസും ഡെവലപ്പ് ആവുന്നുണ്ട്, മുറിഞ്ഞും ഓരോ പുതിയ ഓർഗാനിസം ആവുന്നു. അവരെല്ലാം പാരൻറ്റിൻ്റെ എക്സാക്ട് കോപ്പീസ് ആയിട്ടാണ് മാറുന്നത്. Planary can be cut into any number of pieces and each piece grows through specialized cell into complete organism. അപ്പോൾ ഓരോന്നും മുറിഞ്ഞു മാറുന്ന എന്താകും, പുതിയ ഓർഗാനിസം ആയിട്ടാണ് ഡെവലപ്പ് ആവുന്നത്. വാട്ട് ഈസ് റീപ്രൊഡക്ഷൻ? എക്സ്പ്ലെയിൻ ടു അഡ്വാൻറ്റേജസ്. റീപ്രൊഡക്ഷൻ്റെ അഡ്വാൻറ്റേജസ് ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കുക. ബയോളജിക്കൽ പ്രോസസ് ബൈ വിച്ച് ന്യൂ ഇൻഡിവിജ്വൽസ് ഓഫ് സെയിം സ്പീഷീസ് ആർ പ്രൊഡ്യൂസ്ഡ് ലീഡ്സ് ടു സ്റ്റെബിലിറ്റി ഓഫ് പോപ്പുലേഷൻ ഓഫ് സ്പീഷീസ്. അല്ലേ, സ്പീഷീസ് പോപ്പുലേഷൻ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നു. റിസൾട്ട് ഇൻ വേരിയേഷൻ യൂസ്ഫുൾ ഫോർ സർവൈവൽ ഓഫ് സ്പീഷീസ്. വേരിയേഷൻ ഉണ്ടാക്കുന്നു, അത് ഓരോ ഓർഗാനിസത്തിനും ഓരോ സ്പീഷീസിനും സർവൈവലിനും കൂടെ കാരണമാവുന്നുണ്ട്. അതും കൂടെ ഇവിടെ പഠിക്കുക. What happens when accidentally planaria gets cut into many pieces? Bryophyllum leaf fall on the wet soil on maturation, sporangia of rhizopus burst. Easy question ആണ്. അവിടെ പ്ലനറി എന്താവുന്നു, മുറിഞ്ഞു മാറുന്നത്, ഓരോന്നും പുതിയ പ്ലനറി ആയിട്ട് മാറുന്നു. ബഡ്സ് കോൾഡ് ലീഫ് ബഡ്സ് അറ്റ് ദിസ് നോട്ട്സ് ഡെവലപ്പ് ഇൻ ടു ന്യൂ പ്ലാന്റ്. ബ്രയോഫില്ലത്തിലെ ഓരോ ലീഫ് അല്ലെങ്കിൽ നോഡ്, ലീഫിലെ കാണുന്ന ചെറിയ ബഡും നിലത്ത് വീണ് കഴിയുമ്പോൾ അതെന്തായി മാറുന്നു, പുതിയ ഓർഗാനിസം ആയിട്ട് മാറുന്നു. ആൻഡ് സ്പൊറാഞ്ചിയ ഓഫ് റൈസോബസ്, ബ്രെഡ് മോൾഡ് റൈസോബസിൻ്റെ സ്പോർ എന്ത് ചെയ്യുന്നു, ജെർമിനേറ്റ് ചെയ്യുന്നു മോയിസ്റ്റ് കണ്ടീഷനിൽ. അത് എന്നിട്ട് മൈസീലിയമായി മാറുന്നു, അത് ഗ്രോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തത് നമുക്ക് നോക്കാം, സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പ്ലാന്റ്സിൻ്റെ ബേസിസിലാണ്. ഇൻ എ ഫ്ലവർ ദ പാർട്ട് ദാറ്റ് പ്രൊഡ്യൂസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമറ്റ്സ്, രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അല്ലേ, ഫ്ലവർ ദ പാർട്ട് ദാറ്റ് പ്രൊഡ്യൂസ് മെയിൽ ആൻഡ് ഫീമെയിൽ ആണ്. മെയിലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്, സ്റ്റേമൻ എന്ന് നമ്മൾ പറയും. ആൻഡ് ഫീമെയിലിനെ പ്രൊഡ്യൂസിനെ നമ്മൾ എന്ത് പറയുന്നു, സ്റ്റിഗ്മ. അപ്പോൾ ഇവിടെ നോക്കണേ, പാർട്ട് ദാറ്റ് പ്രൊഡ്യൂസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ് എന്നാണ് പറഞ്ഞത്, ഗമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന. അപ്പോൾ നമുക്ക് ഏത് പറയാം, ആന്തർ ആൻഡ് ഓവറി പറയാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ കറക്റ്റ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവർ? Pollination, fertilization, embryo, seedling. Yes. ഓപ്ഷൻ സി വരും. പോളിനേഷൻ ചെയ്യുന്നു, ഗാമേറ്റ് ഇപ്പോൾ സ്റ്റിഗ്മയിലെത്തുന്നു, അതിനുശേഷം അവർ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, അത് കഴിഞ്ഞ് എംബ്രിയോ ഡെവലപ്പ് ആവുന്നു, സീഡ്ലിംഗ് ആയിട്ട് മാറും. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഫോർ ഫ്ലവേഴ്സ് ആണ്? ഫ്ലവേഴ്സ് ആർ ബൈസെക്ഷൽ, ദേ ആർ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഓൾ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദേ ഗിവ് റൈസ് ടു ഫ്രൂട്ട്. ഇതിലേതാ നമുക്ക് ട്രൂ ഓഫ് ഫ്ലവേഴ്സ് പറയാവുന്നത്? ഒന്ന്, ദേ ആർ സെക്ഷലി റീപ്രൊഡക്റ്റീവ് ഓർഗൻ, അത് കറക്റ്റാണ്, 2 കറക്റ്റാണ്. Then 3, they are produced in all group of plants. ഫ്ലവേഴ്സ് എല്ലാ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിലും നമുക്ക് കാണാൻ പറ്റുമോ? ഈ ലാൻചോസ്പേംസിലാണ് കാണുന്നത്. ഫ്ലവർ ചെയ്യാത്ത പ്ലാന്റ്സും ഉണ്ട്. ആൻഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദേ ഗിവ് റൈസ് ടു ഫ്രൂട്ട്. ഫ്ലവർ ഫെർട്ടിലൈസ് ചെയ്ത് കഴിയുമ്പം എന്താവുന്നു, ഫ്രൂട്ടായിട്ട് മാറുന്നു. അപ്പം നമുക്ക് 2 and 4 പോവാം. Then in following questions a statement of assertion is followed by statement of reason. Assertion ഇതാണ്, an embryo is formed from fertilized egg. Okay, a monocote embryo comprises embryonal axis with a 2 cotyledon.
ഇവിടെ ഏതാ വരിക? അസേർഷൻ കറക്റ്റാണ്, പക്ഷെ റീസൺ ഫോൾസ് അല്ലേ? മോണോകോട്ട് എംബ്രിയോ 2 കോട്ടിലിഡ് ഉണ്ടാക്കുന്നില്ല, ഡൈകോട്ടിലിഡൻസിലാണ് 2 കോട്ടിലിഡ് ഉണ്ടാവുക. സോ നമുക്ക് ഓപ്ഷൻ സിയിൽ പോവാം. ലിസ്റ്റ് 2 യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. 2 യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന് എക്സാമ്പിൾ ചോദിച്ചാൽ എഴുതാൻ അറിയോ നിങ്ങൾക്ക്? ഒന്ന് നിങ്ങൾക്ക് വാട്ടർമെലൺ പറയാം, പപ്പായ. ഇവർ രണ്ടുപേരും യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന് എക്സാമ്പിളാണ്. Why is fertilization not possible without pollination? Pollination allows pollen grains that produce male germ cell to reach carpel which contain female germs. അല്ലേ? അപ്പോൾ പോളിനേഷൻ എന്താണെന്ന് പഠിച്ചു വെക്കണം. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം വൺ ഫ്ലവർ ടു അതർ ആണ്. ആൻഡ് ഇവിടെ ഫെർട്ടിലൈസേഷന് മുന്നേ നമുക്ക് ഈ മെയിൽ ഗാമേറ്റിനെ ഫീമെയിൽ ഫ്ലവറിൽ എത്തിക്കുകയും അത് കഴിഞ്ഞ് അത് പോളൻ ജെർമിനേറ്റ് ചെയ്ത് അത് എവിടെ എത്തണം? ഓവറിക്ക് അടുത്ത് എത്തുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോളിനേഷൻ നടക്കുന്നത്. ആൻഡ് ഫെർട്ടിലൈസേഷൻ ഇൻവോൾവ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ജെം സെൽസ് ക്യാൻ ഓൺലി ഒക്കർ ആഫ്റ്റർ പോളിനേഷൻ. പോളിനേഷൻ നടന്നാൽ മാത്രമേ ഇവിടെ എന്ത് നടക്കുന്നുള്ളൂ? ഫെർട്ടിലൈസേഷൻ നടക്കുന്നുള്ളൂ. നെയിം ദ പാർട്സ് ഓഫ് ബൈസെക്ഷൽ ഫ്ലവർ ദാറ്റ് ആർ നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ്ഡ് ഇൻ റീപ്രൊഡക്ഷൻ. നമ്മൾ ഫ്ലവർ പഠിക്കുമ്പോൾ തന്നെ ഇതിന് കൊറോളയുണ്ട്, കാലിക്സ് ഉണ്ട്, പിന്നെ ഇവിടെയാണ് ആൻഡ്രീഷ്യം, പിന്നെ ഗൈനീഷ്യം ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ പെറ്റലും സെപ്പലും ഉണ്ടല്ലോ, ഇവർക്ക് എന്താണ്? അതുപോലെ ഇവിടെ ഒരു തലാമസും കാണാം. ഈ തലാമസ്, പെറ്റൽ, സെപ്പൽസ് എന്ന് പറഞ്ഞാൽ നോൺ റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് ഫ്ലവർ ആണ്. അവർ ഡയറക്റ്റ് ആയിട്ട് റീപ്രൊഡക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നില്ല. അടുത്തത്, വാട്ട് ഈസ് ദ ഫേറ്റ് ഓഫ് ഒവ്യൂൾ ആൻഡ് ഓവറി ഇൻ ഫ്ലവർ ഓഫ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഒവ്യൂൾ ബിക്കം സീഡ് ആൻഡ് ഓവറി ബിക്കം ഫ്രൂട്ട്. പോളിനേഷൻ ഇസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ആൻഡ് ഫെർട്ടിലൈസേഷൻ ഇസ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ. അപ്പോൾ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ പഠിച്ചു വെക്കുക. നിങ്ങൾ +1 ടൈറ്റിൽ എടുക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ +2ലും പഠിക്കാനുള്ള മെയിൻ ഇവൻറ്റ്സ് ആണിത്. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്, മറന്നു പോകരുത് കേട്ടോ. Name the part A, B and C shown in the following diagram and state the function of each. ഇതിൽ A എന്ന് പറയുന്നത് ആന്തർ ആണ്, ആൻഡ് B എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൈലാണ്, ഇതാണ് സ്റ്റിഗ്മ. C എന്ന് പറയുന്നത് ഓവറി. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കുക, ആന്തർ എന്ന് പറയുന്നിടത്ത് ആന്തറിൻ്റെ റോൾ എന്താ? അവിടെയാണ് പോളൻ ഗ്രെയിൻസ് ഫോർമേഷൻ നടക്കുന്നത്. ആന്തർ പോളൻ ഗ്രെയിൻസ് ഫോർമേഷൻ നടത്തുന്ന സ്ഥലമാണ്, അവിടെയാണ് പോളൻ ഗ്രെയിൻ മെച്ചുവർ ആവുന്നത്. ഓക്കെ, സ്റ്റൈലാണ് എന്താ ചെയ്യുന്നത്? ഈ പോളൻ ജെർമിനേറ്റ് ചെയ്ത് ആ പോളൻ ഗ്രെയിൻസിനെ ഓവറിക്ക് അടുത്തേക്ക് എത്തിക്കുന്നത്. സോ പോളൻ ട്യൂബ് ഗ്രോസ് റീച്ചസ് ദ ഓവറി, ആൻഡ് ഓവറിൻ്റെ റോൾ എന്താ? അവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. വേർ ദിസ് മെയിൽ ആൻഡ് ഓവം അല്ലെങ്കിൽ മെയിൽ ഗാമേറ്റ് ആൻഡ് ഓവം ഫ്യൂസസ് ടുഗെദർ ആൻഡ് ഫെർട്ടിലൈസേഷൻ ഒക്കെ അവിടെ എന്തുണ്ടാവുന്നു? സൈഗോട്ട് ഉണ്ടാവുന്നു. അങ്ങനെയാണ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് അവിടെ നടക്കുന്നത്. അത് ഓവറിൻ്റെ ഉള്ളിലാണ്. In a germinating seed, which parts are known as future shoot and future root? Mention the function of cotyledon. Future shoot plumule എന്ന് പറയും, future root radical എന്ന് പറയും. Function of cotyledon ആണ് stores food for the future plant of embryo. അല്ലേ? അതായത് ഷൂട്ട് പ്ലുമ്യൂളിൽ നിന്നാണ് ഷൂട്ട്. ഇതിപ്പം എംബ്രിയോണൽ ആക്സിസ് എന്ന് പറയുമ്പോൾ ഡൈക്കോട്ടിലിഡനിൽ ഇവിടെ 2 കോട്ടിലിഡൻ കാണാം. ഇതാണ് പ്ലുമ്യൂൾ, അത് ഷൂട്ടായിട്ട് മാറും. ഇത് റാഡിക്കൽ, അത് റൂട്ടായിട്ട് മാറും. ഓക്കെ, പ്ലുമ്യൂൾ, റാഡിക്കൽ. അപ്പോൾ കോട്ടിലിഡൻ്റെ ഫംഗ്ഷൻ എന്താ വെച്ചാൽ ഈ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു എന്താണ് കോട്ടിലിഡൻസിൻ്റെ ഉള്ളിലാണ്. അവിടെ നിന്നാണ് ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. Draw a diagram of longitudinal section of flower exhibiting germination of pollen on stigma and labor. Ovary ഉണ്ട്, മെയിൽ germ cell, ഫീമെയിൽ germ cell, ovule on it. ഇവിടെ മെയിൽ germ cell കാണാം. ആൻഡ് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാം ഓർത്തിരിക്കണേ. ഇത് മെയിൽ ഗാമേറ്റ്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫോം ചെയ്യും. ഓവറി, ഫീമെയിൽ ജേം സെല്ല് കാണാം. അവിടെയാണ് ഫെർട്ടിലൈസേഷൻ പിന്നെ നടക്കുന്നതും ഫ്യൂഷൻ നടക്കുന്നതും. Then define pollination, explain the different type of pollination. ഇത് ചോദിക്കാറുള്ളതാണ്, 2019 ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ദി ഫ്ലവർ ആണ്. അവിടെ അതിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറഞ്ഞത്. പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ ഫ്ലവറിൻ്റെ ഫീമെയിൽ പാർട്ടിൻ്റെ സ്റ്റിഗ്മയിൽ എത്തിക്കുന്നു. ആൻഡ് അവിടെ എത്ര ടൈപ്പ് ഓഫ് പോളിനേഷൻ? സെൽഫ് പോളിനേഷൻ ഉണ്ട്. ട്രാൻസ്ഫർ പോളൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഒക്കർ ഇൻ ദി സെയിം ഫ്ലവർ. ഒരേ ഫ്ലവറിൽ തന്നെ ഉള്ള ആന്തർ അതേ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ എത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നു. ആൻഡ് ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ 2 ഡിഫറെൻറ്റ് ഫ്ലവർ, ഇവിടുത്തെ ഈ ആന്തർ ഇവിടുത്തെ സ്റ്റിഗ്മയിൽ എത്തുന്നു. അപ്പോൾ അതെന്തായി? 2 ഡിഫറെൻറ്റ് പ്ലാന്റായി. അവിടെ വേരിയേഷൻസിന് കാരണമാവാം. അപ്പോൾ ക്രോസ് പോളിനേഷൻ നടക്കുന്നു. ദെൻ
ഏജൻറ്റ് ഓഫ് പോളിനേഷൻ, വിൻഡ്, വാട്ടർ, ഇൻസെക്റ്റ്, ഇതൊക്കെ പോളിനേഷൻ ഏജൻസ് ആണ്. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും എന്ത്, ഈ ഏജൻസ് വഴിയാണ് ട്രാൻസ്ഫറിങ് നടക്കുന്നത്. അപ്പം ഇൻസെക്ട് പോളിനേറ്റിംഗ് ഫ്ലവേഴ്സ് ഉണ്ട്, വിൻഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, പല ഫ്ലവേഴ്സിന് പല രീതിയിലുള്ള ഏജൻസ് നമുക്ക് കാണാം. എ ട്യൂബ് ഗ്രോസ് ഔട്ട് ഓഫ് പോളൻ ഗ്രെയിൻ ആൻഡ് ട്രാവൽ ത്രൂ സ്റ്റൈൽ ടു റീച്ച് ദ ഫീമെയിൽ ജാം സെൽ ഇൻ ദ ഓവറി ഓഫ് കോഴ്സ് ഫെർട്ടിലൈസേഷൻ അല്ലേ. അപ്പം നമ്മൾ പഠിക്കുന്നുണ്ട്, പലർക്കും ഇപ്പോഴും അറിയാത്തൊരു ഡൗട്ട് ഉണ്ട്. ഇതിപ്പം സ്റ്റിഗ്മയാണെങ്കിൽ ഇവിടെ നമ്മുടെ പോളൻ ഗ്രെയിൻ എത്തി, അവിടുന്ന് അത് ജെർമിനേറ്റ് ആയി മെയിൽ ഗമേറ്റ് വരും. അപ്പോൾ ഈ പോളൻ ട്യൂബ് ഇങ്ങനെ ജെർമിനേറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഈ മെയിൽ ഗമേറ്റ് ഉള്ളത്. ആൻഡ് ഇവിടെ നമ്മുടെ ഒവ്യൂളുണ്ട്, ഇതിൻ്റെ ഉള്ളിലാണ് എഗ്ഗ് ഉള്ളത്. ഈ എഗ്ഗും ഇതിലൊരു മെയിൽ ഗമേറ്റും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, സൈഗോട്ട് ഫോം ചെയ്യുന്നത്. അത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതാണ് അവിടെ നടക്കുന്ന ഫെർട്ടിലൈസേഷൻ. ഓക്കെ. Then in human males, testes lie in the scrotum because it helps in the process of mating, formation of sperm, easy transfer of gamete, all of the above. In human males, testes lie in the scrotum. അത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്പേം പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ. Yes. Then which among the following is not the function of testes at puberty? Formation of germ cells, secretion of testosterone, development of placenta, secretion of estrogen. നോട്ട് ദ ഫങ്ഷൻ ഓഫ് ടെസ്റ്റസ് ആണ് പറഞ്ഞത്. 3ഉം 4ഉം എന്തല്ല, ഇതിൻ്റെ ടെസ്റ്റസിൻ്റെ ഫങ്ഷൻ അത് ഫീമെയിലിൽ നടക്കുന്നതാണ്. ഇൻ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസേർഷൻ ഈസ് ഫോളോഡ് ബൈ റീസൺ. അസേർഷൻ ഇതാണ്, ഹ്യൂമൻ മെയിൽ ടെസ്റ്റസ് ആർ എക്സ്ട്രാ അബ്ഡോമിനൽ ഓർഗൻ വിച്ച് ആർ പ്രസന്റ് ഇൻസൈഡ് ദ സ്ക്രോട്ടം. റീസൺ, സ്ക്രോട്ടം ആസ് എ റിലേറ്റീവ്ലി ലോവർ ടെമ്പറേച്ചർ നീഡഡ് ഫോർ ദ പ്രൊഡക്ഷൻ സ്റ്റോറേജ് ഓഫ് സം. ശരിയാണ്, അസേർഷനും റീസണും ശരിയാണ്, കറക്റ്റ് റീസൺ ആണ്. അതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് നിൽക്കുന്നത്. മെയിൽസിൽ ടെസ്റ്റസും സ്ക്രോട്ടത്തിൻ്റെ ഉള്ളിൽ എക്സ്റ്റേണൽ ആയിട്ടാണ് കാണുന്നത്. കാരണം ബോഡി ടെമ്പറേച്ചറിൽ സ്പേം പ്രൊഡക്ഷൻ നടക്കില്ല. അപ്പോൾ ബോഡി ടെമ്പറേച്ചറിലേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് എക്സ്റ്റേണലി കുറച്ചുകൂടെ എന്താണ്, ബോഡിയിൽ നിന്ന് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ കാണുന്നത്. നെയിം ദ ഓർഗൻസ് പ്രൊഡ്യൂസിങ് സ്പേംസ് ആൻഡ് ഓവർ റെസ്പെക്റ്റീവ്ലി ഇൻ ഹ്യൂമൻ. ടെസ്റ്റസ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഓവറി ഓവം. ആൻഡ് ഇവിടെ നമുക്ക് കാണാം, മെൻഷൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം അലോങ് വിത്ത് സെക്സ് ക്രോമസോം ദാറ്റ് ആർ പ്രസന്റ് ഇൻ ഹ്യൂമൻ ഫീമെയിൽ ആൻഡ് ഹ്യൂമൻ മെയിൽ. എക്സ്പ്ലെയിൻ ഹൗ ഇൻ സെക്ഷലി പ്രൊഡ്യൂസിങ് ഓർഗൻസ് ആൻഡ് നമ്പർ ഓഫ് ക്രോമസോം ഇറ്റ്സ് പ്രോജനി റിമെയിൻസ് ആസ് ദി സെയിം. നമ്മൾ സെക്സ് ഡിറ്റർമിനേഷൻ പഠിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഹെറിഡിറ്റി പഠിക്കുമ്പോഴും കുറച്ച് കണക്ഷൻ അറിയാവുന്നതായിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോം നമുക്കുള്ളത് 46 ക്രോമസോമാണ്. 44 ഓട്ടോസോംസ് നമുക്കുണ്ട്. കൂടാതെ ഫീമെയിൽസിലെ എക്സും മെയിൽസിലെ വൈയും. ഇങ്ങനെ നമുക്ക് എന്താണ്, 2 വീതം സെക്സ് ക്രോമസോംസും ഉണ്ട്. ഓക്കെ, സെക്സ് ക്രോമസോംസും ഉണ്ട്. അപ്പോൾ ഈ എക്സ് ആൻഡ് വൈ ആർ പ്രസന്റ് ഇൻ ഹ്യൂമൻ മെയിൽ whereas XX is present in human female. During sexual reproduction, a female gamete or egg fuses with male gamete on sperm cell which are haplo to form zygote and zygose is diploid when contain 46 chromosome, 23 chromosome in the mother, 23 from the father. ഇത് ഞാൻ കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫാദറിൻ്റെ അടുത്ത് ശരിക്കും 46 ക്രോമസോം ഉണ്ട്, മദറിൻ്റെ അടുത്തും 46 ക്രോമസോം ഉണ്ട്. അതായത് 44 + XYയും 44 + XX. ഇങ്ങനെയാണ് അവരുടെ ക്രോമസോം അറേഞ്ച്മെൻറ്റ്. പക്ഷേ ഫാദറിൻ്റെ സ്പേമിൽ ഇതിൻ്റെ പകുതിയേ വരുള്ളൂ. 22 + X വരാം, അല്ലെങ്കിൽ Y വരാം. 2 കണ്ടീഷനും ഉണ്ടല്ലോ. മദർ എന്ന് പറയുമ്പോൾ മദറിന് എക്സും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 22 + X മാത്രമേ എവിടെ വരുള്ളൂ, ഓവത്തിൽ വരുള്ളൂ. ഇനി കുട്ടി ഉണ്ടാകുമ്പോൾ ഇത് രണ്ടും കൂടിയാണ് വ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതെന്തായി മാറി, 22 to 22 44 + XX ആയി. അതെന്തായി, ഫീമെയിൽ ചൈൽഡായി മാറി. അതേപോലെ തന്നെ ഇവിടെ 22 + Yയും Xുമാണ് വരുന്നതെങ്കിൽ 40 + XY ആയി. അത് മെയിൽ ചൈൽഡായി. ഇതാണ് സെക്സ് ഡിറ്റർമിനേഷൻ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. ഉണ്ടാവാനുള്ള കുട്ടി ആൺകുട്ടി ആവാനും പെൺകുട്ടിയാവാനും, ഇഫ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 50-50 ചാൻസ് ആണ്. അതുകൊണ്ട് നമുക്കിതിനെ 1:1 റേഷ്യോ എന്ന് പറയാം. ഇങ്ങനെയാണ് നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ കുട്ടികൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ കുട്ടികൾ ഉണ്ടാകുന്ന ടൈമിൽ ഗമേറ്റ്സിൽ പകുതി ഹാഫ് ക്രോമസോംസ് ആണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുമ്പോൾ വീണ്ടും 46 ക്രോമസോം തന്നെ ആവുന്നത്. മിയോട്ടിക് ഡിവിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ദ ചേഞ്ചസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ യൂട്രസ്. എന്തൊക്കെ ചേഞ്ചസ് ആണ് യൂട്രസിൽ ഉണ്ടാവുന്നത്? ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ ഹാസ് ഒക്വേർഡ് ആൻഡ് ഫീമെയിൽ ഗമേറ്റ് ഓർ എഗ് ഈസ് നോട്ട് ഫെർട്ടിലൈസ്ഡ്. ഒന്ന്, എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ദ യൂട്രൈൻ വോൾ തിക്കൻസ് ആൻഡ് ഈസ് റിച്ച്ലി സപ്ലൈഡ് വിത്ത് ബ്ലഡ് ടു നറിഷ് ദ ഗ്രോയിങ് എംബ്രിയോ. നമ്മുടെ വയറ്റിൽ അല്ലെങ്കിൽ കുഞ്ഞുണ്ടായി അവിടെ എംബ്രിയോ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസ് വോൾ തിക്കാകും, അവിടെ പ്ലാസൻ്റ ഡെവലപ്പ് ആകും.
പ്ലാസൻ്റ കണക്ട് ചെയ്തിട്ട് അമ്മയും കുഞ്ഞിലേക്കുള്ള ന്യൂട്രിയൻ സപ്ലൈയും കാര്യങ്ങളൊക്കെ ഡെവലപ്മെൻറ്റ് നടക്കും. ഇനി അവിടെ ഫീമെയിൽ ഗാമേറ്റ് എഗ് ഈസ് നോട്ട് ഫോംഡ്, എഗ് നടന്നില്ല, അവിടെ ഫോർമേഷൻ നടന്നിട്ടില്ല എങ്കിലോ അവിടെ ദ തിക്ക് ആൻഡ് സ്പോഞ്ചി ലൈനിങ് ഓഫ് യൂട്രസ് സ്ലോലി ബ്രേക്സ് കം ഔട്ട് ത്രൂ വെജൈനസ് ബ്ലഡ് ആൻഡ് മ്യൂക്കസ്. ഇതിനെയാണ് നമ്മൾ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, എഗ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസ് ആവുന്നില്ല എങ്കിൽ നമ്മുടെ യൂട്രസ് വോൾ അവിടെ തിക്കനായിരുന്നു, പക്ഷേ ഫെർട്ടിലൈസേഷൻ നടക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യും, അതെല്ലാം ഷെഡ് ഔട്ട് ചെയ്ത് യോവും എല്ലാം ബ്രേക്ക് ചെയ്ത് ബ്ലഡും മ്യൂക്കസുമായി നമ്മുടെ വജൈനിലൂടെ പുറത്തോട്ട് വരും. ഇതാണ് നിങ്ങൾക്ക് മന്ത്ലി ഫീമെയിൽസിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ് അല്ലെങ്കിൽ പീരീഡ്സ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും പഠിച്ചു വെക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. Write the function of following part of human female reproductive system. Ovary, fallopian tube, uterus. Ovary എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് എഗ് ഓർ ഫീമെയിൽ ഗാമേറ്റ്, ഫീമെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഓവം ടു യൂട്രസ്, സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ. അത് പഠിക്കണേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓവറി പഠിക്കുന്നുണ്ട്, ഇവിടെയാണ് ഓവറി എങ്കിൽ ഈ കണക്ട് ചെയ്യുന്ന ഭാഗമാണെന്ത്, ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന ഭാഗം. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ സ്പേമും ഓവും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത്, ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഭാഗം. ആൻഡ് ഈ ഫെലോപ്പിയൻ ട്യൂബാണ് ഓവത്തിനെ യൂട്രസിലേക്ക് കടത്തി വിടുന്നതും. അപ്പോൾ രണ്ട് ഫംഗ്ഷനും ഫെലോപ്പിയൻ ട്യൂബിനുണ്ട്. ആൻഡ് യൂട്രസ് സൈറ്റ് ഓഫ് ഇംപ്ലാന്റേഷൻ ഓഫ് സൈഗോ, ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ. യൂട്രസിലാണ് ഇംപ്ലാന്റ് ചെയ്ത് നമ്മുടെ എംബ്രിയോ വളർന്ന് അതൊരു കുഞ്ഞായി മാറുന്നത്. Name two types of mammalian gamete. How are these different from each other? Name type of reproduction they are involved in. Write advantage of this type of reproduction. അതായത് മെയിൽ ഗാമേറ്റ് ആണ് സ്പേം എന്ന് പറയുന്നത്, ഫീമെയിൽ ഗാമേറ്റ് ആണ് ഓവം അല്ലെങ്കിൽ എഗ് എന്ന് പറയുന്നത്. സ്പേംസ് ആർ മോട്ടൈൽ പ്രൊഡ്യൂസ്ഡ് ബൈ മെയിൽ ഇൻഡിവിജ്വൽ, ഓവംസ് ആർ നോൺ മോട്ടൈൽ പ്രൊഡ്യൂസ്ഡ് ബൈ ഫീമെയിൽ ഇൻഡിവിജ്വൽ. ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഇവിടെ, ജനറേറ്റ് മോർ വേരിയേഷൻ അല്ലേ. നമുക്ക് അസെക്ച്വൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും ഈ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ രണ്ട് പാരൻറ്റ് ഇൻവോൾവ് ആവുന്നുണ്ട്, രണ്ട് തരത്തിലുള്ള ജീൻസ് ആ കുട്ടിയിലേക്ക് വരികയും അവിടെ പുതിയ വേരിയേഷൻസിന് കാരണമാവുകയും ചെയ്യുന്നു. സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാൽ കുറച്ചുകൂടി അഡ്വാൻറ്റേജസ് ആണ്. Mention the role of following organs of human male reproductive system: testis, scrotum, vas deferens, prostate gland. What are two roles of testosterone? ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് മെയിൽ ഗമേറ്റ് ഉണ്ടാവുന്നത്, സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നത്, അതുപോലെ ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാവുന്നതും നമ്മുടെ ടെസ്റ്റിസിൽ വെച്ചിട്ടാണ്. രണ്ട്, സ്ക്രോട്ടം എന്ന് പറഞ്ഞാൽ ടു പ്രൊവൈഡ് ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ടു ടെസ്റ്റിസ് ഫോർ ഫോർമേഷൻ ഓഫ് സ്പേം. സ്ക്രോട്ടത്തിനുള്ളിലാണ് ടെസ്റ്റിസ് ഉള്ളത്, പ്രോപ്പർ ടെമ്പറേച്ചർ കൊടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്ക്രോട്ടമാണ്. വാസ് ഡിഫറൻസ് ഡെലിവർ സ്പേംസ് ടു യൂറിനറി ബ്ലാഡർ. ഈ സ്ക്രോട്ടത്തിൽ നിന്ന് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ടെസ്റ്റിസിൽ നിന്ന് കണക്ട് ചെയ്ത് യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ യൂറട്ടറിലേക്ക് നമ്മുടെ ഈ സ്പേമിനെ കൊണ്ടെത്തിക്കുന്നത് ഒരു ട്യൂബാണ്, അതാണ് വാസ് ഡിഫറൻസ്. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് സെക്രീറ്റ് ഫ്ലൂയിഡ് വിച്ച് പ്രൊവൈഡ് ന്യൂട്രീഷൻ മീഡിയം ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് സ്പേം. സ്പേം എന്ന് പറഞ്ഞാൽ ഒരു ഹെഡും ഒരു മിഡിൽ പീസ് ആൻഡ് ടെയിൽ നമുക്ക് കാണാം. ഈ സ്പേം പുറത്തോട്ട് ഇജാക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ട ന്യൂട്രീഷനും പ്രോട്ടീനൊക്കെ കൊടുക്കുന്ന ഫ്ലൂയിഡാണെന്ത്, സെമിനൽ ഫ്ലൂയിഡ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ആണ്, അത് പഠിച്ചു വെക്കാം. ആൻഡ് ഓൾസോ ഇറ്റ് റെഗുലേറ്റ് ഫോർമേഷൻ ഓഫ് സ്പേം, ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ബോഡി ഡ്യൂറിങ് അഡോളസൻ പീരീഡിൽ ചേഞ്ചസിനൊക്കെ കണക്കാക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യാനും പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിന് റോൾ ഉണ്ട്. അപ്പം എന്തായാലും മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ പഠിക്കണം, ഓരോ ഭാഗത്തിൻ്റെ ഫംഗ്ഷനും പഠിച്ചു വെക്കാം. Use of condom is beneficial for both the sexes involved in sexual act. Justify this statement giving two reasons. 2020 question ആണ്. How do oral contraceptive help in avoiding pregnancy? What does sex selective abortion? How does it affect a healthy society? ഒന്ന് നിങ്ങൾ പഠിക്കേണ്ടത്, യൂസ് ഓഫ് കോണ്ടം ഈസ് ബെനിഫിഷ്യൽ ഫോർ ബോത്ത് ദ സെക്സസ് എന്ന് പറയുന്നത്. കാരണം എന്താ, കോണ്ടം യൂസ് ചെയ്യുമ്പം സ്പേം ഇജാക്കുലേഷൻ നടന്നത് വെജൈനയിലേക്ക് വരുന്നില്ല, അവിടെ ഒരിക്കലും അത് ട്രാൻസ്ഫർ നടക്കുന്നില്ല. സോ ഇറ്റ് പ്രിവെൻറ്റ് മീറ്റിംഗ് സ്പേം ആൻഡ് ഓവ, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. അപ്പം ഈ ഒരു പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനും നല്ലതാണ്. ആൻഡ് ഓൾസോ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒരിക്കലും അത് വരാനില്ല, 99.9% ചാൻസും വരാൻ. And how do oral contraceptive help in avoiding pregnancies? Oral pills contain hormone which prevent the ovary from releasing ovum into oviduct. Selective abortion means abortion of pregnancy, especially അതിന് മുന്നേ പറയുന്നത് ഓറൽ പിൽസ് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. കാരണം ഫീമെയിൽസ് ആണ് ഓറൽ പിൽസ് എടുക്കാറ്. അതായത് ഈ ഒരു ഹോർമോണെ കൺട്രോൾ ചെയ്യാനും റീപ്രൊഡക്ഷൻ നടന്നത് ഫെർട്ടിലൈസേഷനിലേക്ക് എത്താതെ അതിന് മുന്നേ തന്നെ അതിനെ ഡിസ്ട്രോയ് ചെയ്യാനുമുള്ള പില്ലാണ് ഓറൽ പില്ല്. അത് കുറച്ചുകൂടി എഫക്റ്റീവാണ്. ദെൻ സെക്സ് സെലക്റ്റീവ് അബോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
termination of pregnancy, especially female feticide effect. Society will have imbalance in the male-female ratio. അതായത് സെക്സ് ഡിറ്റർമൈൻ ചെയ്തിട്ട് അബോർഷൻ നടത്തുന്ന വലിയൊരു തെറ്റായിരുന്നു. ഇപ്പോൾ അത് അബാൻഡൻ ചെയ്തിട്ടുണ്ട്. കാരണം ഫീമെയിൽസിനെ മാത്രം കില്ല് ചെയ്യുന്നത്, കുഞ്ഞിലെ കൊല്ലുന്നത് വലിയൊരു നെഗറ്റീവായിട്ടുള്ളൊരു എഫക്റ്റാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? തടയേണ്ടത് തന്നെയാണ്. അതാണ് ഫീമെയിൽ ഫീറ്റിസൈഡ് ഒഴിവാക്കാൻ തന്നെയാണ് ഈ ഒരു സെക്സ് സെലക്റ്റീവ് അബോർഷൻ ഇവിടെ പറയാനുള്ള കാരണം. അപ്പം ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡിൽ നിന്നും ക്വസ്റ്റ്യൻ വരും, സ്ട്രക്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പം അത് കമ്പയർ ചെയ്ത് പഠിച്ചു വെക്കാം. അടുത്ത നോക്കാം. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, സെമിനൽ വെസിക്കിൾ ആൻഡ് ടെസ്റ്റസ് ഇൻ ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഹൗ ഇസ് സർജിക്കൽ റിമൂവൽ ഓഫ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ് മിസ്യൂസ്ഡ്? എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഇൻ ദ പ്രിവെൻറ്റീവ് കൺസെപ്ഷൻ. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടിരുന്നു അല്ലേ, ഈ ഒരു സെലക്റ്റീവ് അബ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ടെർമിനേഷൻ ഉണ്ടാവുന്നു. ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എസ്പെഷ്യലി ഫീമെയിൽ ഫീറ്റിസൈഡിലേക്ക് നയിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പം നോക്കാം. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ആൻഡ് സെമിനൽ വെസിക്കിൾ ആഡ് ദി സെക്രീഷൻ ടു sperms are in fluid and it makes their transport easier, also provide nutrition. Testes secrete testosterone which bring about changes in the appearances in the boys at the time of puberty. അപ്പോൾ ഈ ഒരു ഹോർമോണിൻ്റെ റോളും അതുപോലെ തന്നെ ഓരോ പാർട്ടിൻ്റെ റോളും ഫംഗ്ഷനായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം ടെസ്റ്റസ് എന്ത് ചെയ്യുന്നു? ടെസ്റ്റോസ്റ്റെറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബോയ്സിൽ വരുന്ന സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. നിങ്ങളുടെ ആംപിറ്റ്സ് വരുന്നത്, ബിയർഡ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ സൗണ്ട് ചേഞ്ച് ചെയ്യുന്നത്, ഇതൊക്കെ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ഫംഗ്ഷനാണ്. അത് നിങ്ങൾ ഓൾറെഡി ഹോർമോൺസ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഫീമെയിൽ ഫീറ്റിസൈഡ് ഓർ ഇല്ലീഗൽ സെക്സ് സെലക്റ്റഡ് അബോർഷൻ ഓഫ് ഫീറ്റിസൈഡ് അല്ലേ മിസ്യൂസ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ പലരും അബോർഷനെ അംഗീകരിക്കാത്തത് ഇത്തരത്തിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ വഴി അത് നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. നാച്ചുറലി ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ പ്രശ്നമില്ല. ദെൻ explain the role of oral contraceptive pills in preventing conception ആണ്. It interfere in release of egg and eggs are not released. എഗ്സിനെ സ്റ്റോപ്പ് ചെയ്യുന്ന, എഗ്സിനെ റിലീസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഇത് ഓറൽ പിൽസ് എന്ന് പറയുന്നത്. ഐഡൻറ്റിഫൈ ദ ഗിവൻ ഡയഗ്രാം, നെയിം ദ പാർട്സ് 1 and 2. 1, 2, 5 ആണ്. ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാലോ നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് ഈ തന്നിട്ടുള്ളത്. ആൻഡ് ഇതിൽ പാർട്സ് നമുക്ക് ലേബൽ ചെയ്യാൻ പറ്റുമല്ലോ. ഒന്നെന്ന് പറയുന്നത് ഫെലോപ്പിയൻ ട്യൂബാണ്. 2 എന്ന് പറയുന്നത് ഓവറിയാണ്. 3 നമ്മുടെ യൂട്രസ് ആണ്. 4 സെർവിക്സ്. ദെൻ 5 വജൈന. ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ പഠിക്കുക. ദെൻ വാട്ട് ഈസ് കോൺട്രാസെപ്ഷൻ? ലിസ്റ്റ് 3 അഡ്വാൻറ്റേജസ് ഓഫ് അഡോപ്റ്റിംഗ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ മെത്തേഡ് ടു അവോയ്ഡ് പ്രഗ്നൻസി ആണ്. അഡ്വാൻറ്റേജസ് എന്താണ്? പ്രോപ്പർ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 പ്രഗ്നൻസീസ് അല്ലേ. എപ്പോഴും ഒരു കുഞ്ഞുണ്ടായി ഒരു 3 വർഷത്തോളം 4 വർഷത്തോളം ഗ്യാപ്പ് ഉള്ളത് അടുത്ത കുട്ടിക്ക് നല്ലതാണ്. അവരുടെ ഡെവലപ്മെൻറ്റും ഗ്രോത്തിനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. രണ്ടാമത്തേത് അവോയ്ഡിങ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസീസ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. ഇനി കുഞ്ഞിന് ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഭയങ്കരമായിട്ടുള്ള റിസ്ക്കുള്ള പ്രഗ്നൻസീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കീപ്പിംഗ് പോപ്പുലേഷൻ അണ്ടർ കൺട്രോൾ. പോപ്പുലേഷൻ കുറയ്ക്കാനും ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആണ്. Read the following passage and answer any 4 questions. Growth size of human population is cause of concern for population. Rate of birth and death in given population will determine its size. Reproduction is a process by which organisms increase their population. Process of sexual maturation for reproduction is gradual. Takes place by general body growth is still going on. Some degree of sexual maturation does not necessarily mean that the mind or body is ready for sexual act or for bringing up children. Various contraceptive devices are being used by human beings to control the size of population. അപ്പോൾ പോപ്പുലേഷൻ സൈസ് കൂടുന്നതിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ലിസ്റ്റ് 2 കോമൺ സൈൻസ് ഓഫ് സെക്ഷൽ മെച്ചുറേഷൻ ഇൻ ബോയ്സ് ആൻഡ് ഗേൾസ് അല്ലേ. അപ്പോൾ ഇവിടെ സെക്ഷൽ മെച്ചുറേഷൻ ബോയ്സ് ആൻഡ് ഗേൾസിൽ വരുന്ന കോമൺ സൈൻസ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. നമുക്കറിയാലോ, ആദ്യത്തേത് നമ്മുടെ വോയിസ് ചേഞ്ച് ആവുന്നതും അതുപോലെ തന്നെ ബ്രോഡനിങ് ഓഫ് ഷോൾഡർ ചെസ്റ്റ് ഇൻ ബോയ്സ്, ഡെവലപ്മെൻറ്റ് ഓഫ് മമ്മറി ഗ്ലാൻഡ് ആൻഡ് ബ്രസ്റ്റ് ഇൻ ഗേൾസ്, അപ്പിയറൻസ് ഓഫ് ഹെയർസ് ആൻഡ് ബോഡി പാർട്സ്, പ്യൂബിക് ഏരിയ, ആംപിറ്റ്സ്, ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ്. What is the result of reckless female feticide? Number of females will become low in comparison to male, hence there will be huge imbalance between male and female. പണ്ട് കാലത്ത് വലിയൊരു പ്രശ്നമായിരുന്നു ഈ ഫീമെയിൽ ഫീറ്റിസൈഡ്. ഇപ്പോൾ അത് വളരെ റിഡക്ഷൻ ആയിട്ടുണ്ട്. കാരണം ഈ ഒരു നമ്മുടെ രാജ്യത്തെ സെക്സ് ഡിറ്റർമിനേഷൻ ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ ഏർലി സെക്സ് അറിയുന്നത് അല്ലെങ്കിൽ ജെൻഡർ റിവീൽ ഒഴിവാക്കാനുള്ള കാര്യം ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. Then see which contraceptive method change the hormone balance in the body. അത് നമ്മുടെ കെമിക്കൽ മെത്തേഡാണ്. ഓറൽ പിൽസ് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹോർമോൺ ഇംബാലൻസിലേക്ക് നയിക്കുന്നത്.
Then write two factors determine size of population. Factors are birth rate and death rate. Birth rate and death rate in the population change ചെയ്യുന്നതാണ്. What should be maintained for a healthy society? Rate of birth and death, male and female sex ratio, child sex ratio, none of these. ഇതിൽ correct option ഏതാ വരിക? Male and female sex ratio ആണ് വരുന്നത്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനും കൂടെ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് മാരത്തണിൽ ഡിസ്കസ് ചെയ്യണം. ഇനി വരുന്ന മാരത്തണിലൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക, നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ആൻഡ് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ തരികയാണ്. ഇവിടെ എന്താ, നെയിം ആൻഡ് എക്സ്പ്ലെയിൻ 2 modes of asexual reproduction observed in Hydra. ഹൈഡ്രയിൽ കാണുന്ന asexual mode of reproduction ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. So see you soon in the next class. All the very best for your exam. Bye bye.